السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. الله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله مولانا العظيم. إنما أنا بشر أغلب كما يغلب البشر. صدق رسول الله. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الليل ويرى عروق نياطها في نحرها والمخ في تلك العظام النحل. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. കാരുണ്യവാനായ സർവശക്തനായ സർവജ്ഞന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മനുഷ്യന്റെ സ്വഭാവം, മാനസിക പ്രകൃതം മാറ്റാനോ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനോ സാധ്യമല്ല എന്ന തെറ്റായ വീക്ഷണത്തിന് ഇസ്ലാമിന്റെ ഭാഗത്ത് നിന്നുള്ള, പക്ഷത്ത് നിന്നുള്ള കൃത്യവും വ്യക്തവുമായ മറുപടികളാണ് കഴിഞ്ഞയാഴ്ച നിങ്ങൾ കേട്ടത്. അല്ലാഹുവും റസൂലും സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും പല ആവർത്തി അടിവരയിട്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ സ്വഭാവം നന്നാക്കണം, നിങ്ങൾ സൽസ്വഭാവികളായി ജീവിക്കണമെന്ന ആഹ്വാനം. ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഈ ആഹ്വാനം നടക്കാത്ത കാര്യമാണ്, അസംഭവ്യമായ കാര്യമാണ് എന്ന് ഒരു മുസ്ലിമിനും പറയാനാകില്ല. മാത്രമല്ല, വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ പോലും ട്രെയിനിങ്ങിലൂടെ, പരിശീലനത്തിലൂടെ ആ മൃഗങ്ങളുടെ സ്വഭാവം മാറ്റി നല്ല നിലക്കാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന സത്യം നമ്മുടെ അനുഭവബോധ്യമാണ്. എന്നിരിക്കെ
വിശേഷബുദ്ധിയുള്ള മനുഷ്യനിൽ സ്വഭാവ സംസ്കരണവും പ്രകൃതി മാറ്റവും അസാധ്യമാണെന്ന വാദം വസ്തുതകൾക്ക് നിരക്കാത്ത അബദ്ധജടിലമായ ജൽപ്പനം മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ പ്രകൃതി മാറ്റാൻ പറ്റും, മനുഷ്യന്റെ സ്വഭാവം സംസ്കരിച്ചെടുക്കാൻ പറ്റും, അത് തീർച്ചയാണ്. ഇത് പറ്റില്ല എന്ന വാദമുന്നയിക്കുന്ന ആളുകൾ പറയുന്ന രണ്ടാമത്തെ ഒരു തെളിവ്, ഒരു ന്യായത്തിന് മറുപടിയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. മനുഷ്യന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂല, ശരീരപ്രകൃതി പോലെയാണ് മനസ്സിന്റെയും പ്രകൃതി, രണ്ടും മാറ്റാൻ പറ്റൂല. ഇതിന് മറുപടിയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അവരുടെ മറ്റൊരു ന്യായം, മനുഷ്യപ്രകൃതം മാറ്റാനൊക്കില്ല എന്ന വാദക്കാരുടെ മറ്റൊരു ന്യായം, മറ്റൊരു തെളിവ്, മനുഷ്യന്റെ നൈസർഗിക ഗുണങ്ങളെ ഇല്ലായ്മ ചെയ്യാനാവില്ല എന്ന് വെച്ചാൽ ആർത്തിയെയും അഹങ്കാരത്തെയും കാമത്തെയും കോപത്തെയും ഉന്മൂലനം ചെയ്യാനും ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അതൊക്കെയും പിഴുതു മാറ്റാനും സമ്പൂർണമായി നീക്കിക്കളയാനും സാധിക്കില്ല. പിന്നെ എങ്ങനെ മനുഷ്യന്റെ മനസ്സ് നന്നാക്കാൻ പറ്റും, സ്വഭാവം നന്നാക്കാൻ പറ്റും? ഇതാണ് രണ്ടാമത്തെ അവരുടെ ന്യായം. പരിശുദ്ധ ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് ഇതിനും കൃത്യമായ മറുപടി ഉണ്ട്. അതെന്താ മറുപടി? അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നു, ഒരാൾ സൽസ്വഭാവിയാകണമെങ്കിൽ മനുഷ്യന്റെ നേച്ചർ, അവനിലുള്ള വികാരങ്ങളെ ഒക്കെ കൊല്ലണം, ഉന്മൂലനം ചെയ്യണം, വൃത്തിയായി നീക്കം ചെയ്യണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടേ ഇല്ല. മനുഷ്യന്റെ നേച്ചർ അങ്ങനെ നിലനിൽക്കത്തന്നെ അവന് സൽസ്വഭാവിയായി ജീവിക്കാൻ പറ്റും എന്നാണ് ഇസ്ലാം പറയുന്നത്. അന്നഹും ലന്നു അന്നൽ മഖ്സൂദ മിനൽ മുജാഹദതി ഖംഉ ഹാദിഹി സിഫാത്തി ബിൽ കുല്ലിയ. ഈ വാദക്കാര് മനുഷ്യന്റെ പ്രകൃതി മാറ്റാൻ പറ്റൂല, സ്വഭാവം സംസ്കരിക്കാൻ പറ്റൂല എന്ന് വാദിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. എന്താ തെറ്റിദ്ധരിച്ചത്? അന്നൽ മഖ്സൂദ മിനൽ മുജാഹദത്തി, സ്വന്തത്തോടുള്ള ധർമ്മസമരമെന്നാൽ, സ്വഭാവ സംസ്കരണമെന്നാൽ, തസ്കിയത്ത് എന്നാൽ ഖംഉ ഹാദിഹി സിഫാത്തി ബിൽ കുല്ലിയ, മനുഷ്യനിലുള്ള വികാരങ്ങളെ വേരോടെ പിഴുതു വലിച്ചെറിയണം എന്നാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നടക്കൂല. മനുഷ്യൻ ജീവനുള്ള കാലത്തോളം ഈ നൈസർഗിക ഗുണങ്ങള്, നേച്ചറുകള്, മനുഷ്യന്റെ വികാരങ്ങൾ മനുഷ്യനിൽ നിലകൊള്ളും. അത് വേരോടെ പിഴുതുമാറ്റാൻ സാധ്യമല്ല എന്നുള്ളത് സത്യാണ്. ലൈസൽ മത്ലൂബു ഇമാത്തത ദാലിക ബിൽ കുല്ലിയ. ഖുർആനിന്റെ ആഹ്വാനം, ഹദീസിന്റെ ആഹ്വാനം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആഹ്വാനവും ലക്ഷ്യവും ഇമാത്തത ദാലിക ബിൽ കുല്ലിയ, സമ്പൂർണമായും മനുഷ്യനിലെ വികാരങ്ങളെ നീക്കിക്കളയുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല. ബൽ റദ്ദുഹാ ഇലൽ ഇഅ്തിദാൽ, ഈ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുക, ക്രമീകരിക്കുക, നീതിയോടെ നിലനിർത്തുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. എന്റെ ദേഷ്യം, എന്റെ ആഗ്രഹം, എന്റെ കാമം അടിച്ച് ഇടിച്ച് ഉടച്ച് തകർത്ത് മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് അതൊക്കെ പിഴുതു വലിച്ചെറിയണമെന്ന് ദീന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? ബലിൽ മത്ലൂബു റദ്ദുഹാ ഇലൽ ഇഅ്തിദാൽ, അതിനെ നിയന്ത്രിക്കുക, മതപരമായി ക്രമീകരിച്ചു നിർത്തുക. ഇതാണ് ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യന്റെ പ്രകൃതം, മനുഷ്യന്റെ വികാരങ്ങൾ ഇത് വേലായുധൻ നായർ പഠിച്ചതൊന്നുമല്ലല്ലോ. ഇത് ഗുരുവായൂരപ്പൻ പഠിച്ചതുമല്ല, അള്ള പഠിച്ചതാ. എനിക്കുള്ള ദേഷ്യം, എനിക്കുള്ള വികാരങ്ങൾ, ഇതൊക്കെ അള്ള പഠിച്ചതാ.
ഇത് അള്ളാഹ് പടച്ചത് ചുമ്മാ പടച്ചതാണോ? ഒരിക്കലുമല്ല, ആവശ്യത്തിന് വേണ്ടി പടച്ചതാണ്. മനുഷ്യനിലെ വിചാര വികാരങ്ങൾ അള്ളാഹു സംവിധാനിച്ചത്, അള്ളാഹു മനുഷ്യന്റെ ഊട്ടുഗുണങ്ങളായി മനുഷ്യനിൽ നിക്ഷേപിച്ച ഇത്തരം സിഫാത്തുകൾ, വിശേഷണ ഗുണങ്ങൾ, അത് ആവശ്യത്തിനുള്ളതാണ്. ആവശ്യത്തിനുള്ളതാണ്. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇല്ലെങ്കിൽ ഈ ജീവിത ചക്രത്തിന്റെ ചലനം അവിടെ നിൽക്കും. നമുക്ക് ആർക്കും ഒന്നിനോടൊരു ആഗ്രഹവും താല്പര്യവും ഇല്ല എന്ന് വെച്ചാൽ ഇവിടെ ആരാ കച്ചവടം ചെയ്യുക? ഇവിടെ ആരാ കൃഷി ചെയ്യുക? ഇവിടെ ആരാ ഭക്ഷണം കഴിക്കുക? ഏത് തള്ളയാണ് കുഞ്ഞിന് മുലയൂട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ലൗലൽ അമലു മാ സറഅ സാരിഉൻ വമാ അർലഅതു മുർളിയത്തുൻ വലദാ. ആഗ്രഹവും പ്രതീക്ഷയില്ലെങ്കിൽ ഒരാളും കൃഷി ചെയ്യൂല. കൃഷി പ്രതീക്ഷ ഉണ്ടായിട്ടാ ലാഭം കിട്ടുന്നു. കച്ചവടം ചെയ്യൂല. ഒരു തള്ളയും കുഞ്ഞിനെ പാലൂട്ടില്ല. ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ചലിക്കുന്നത്. കാമവികാരം എന്ന് പറഞ്ഞ ആ വികാരം ഉള്ളിലില്ലെങ്കിൽ, മനുഷ്യനിൽ അള്ളാഹ് പഠിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ വംശത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവും. ഒരുപാട് ജന്തുക്കൾ വംശനാശം സംഭവിച്ചത് സയൻസ് പറഞ്ഞിരുന്നില്ലേ? ഈ കൂട്ടത്തിൽ മനുഷ്യന്റെ വംശം വേരറ്റുപോകും. അതില്ലാതിരിക്കാനാണ് ഈ കാമവികാരം. കോപവും രോഷവും അതില്ലെങ്കിൽ ഇവിടെ സമരം നടക്കൂല, ജിഹാദ് നടക്കൂല, ശത്രുക്കളെ പ്രതിരോധിക്കുന്ന പവർ ഉണ്ടാവില്ല. അതിലൂടെയാണ്, കോപത്തിലൂടെയാണ്, ദേഷ്യത്തിലൂടെയാണ് ശത്രുവിനെ നമ്മൾ എന്താകുന്നത്? പ്രതിരോധിക്കുന്നത്. അതിനുള്ള പട്ടാളക്കാരാണ്, അതിലുള്ള മിലിറ്ററിയാണ് നമ്മുടെ ഉള്ളിലുള്ള ദേഷ്യം എന്ന് പറഞ്ഞ വികാരം. ഇതൊക്കെ ആവശ്യത്തിനുള്ളതാണ്. സ്വഭാവ സംസ്കരണമെന്നാൽ മനുഷ്യന്റെ ഗുണങ്ങളെ കൊല്ലലല്ല, അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് നിയന്ത്രിക്കലാണ്, ക്രമീകരിക്കലാണ്. കച്ചവടം ചെയ്ത് തൊഴിലെടുത്ത് ലാഭമുണ്ടാക്കണമെന്ന ആഗ്രഹം അത് നല്ല ആഗ്രഹം. കച്ചവടം ചെയ്ത് തൊഴിലെടുത്ത് പണമുണ്ടാക്കണമെന്ന ആഗ്രഹം അത് റോങ്ങല്ല, അത് നല്ലതാ. എന്നാലോ പലിശ ഇടപാട് നടത്തി കച്ചവടത്തിൽ തട്ടിപ്പും വെട്ടിപ്പും പൂഴ്ത്തിവെപ്പും ചതിയും വഞ്ചനയും കളവും നടത്തി ലാഭമുണ്ടാക്കണമെന്ന ആഗ്രഹം അത് ആഗ്രഹമല്ല, അത്യാഗ്രഹവും ആർത്തിയുമാണ്. അത് പാടില്ല. ആദ്യം പറഞ്ഞത് ഓക്കെയാണ്, രണ്ടാമത്തേത് പാടില്ല, നിയന്ത്രിക്കണം. കാമവികാരത്തെ കൊല്ലാൻ പാടില്ല. കാളകളിൽ നടത്തുന്ന ഷണ്ഡീകരണം, അല്ലെ, പ്രത്യുൽപാദന ശേഷിയുടെ ഉത്തേജനത്തെ നശിപ്പിക്കുന്ന ഒടക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, അല്ലേ? ഇത് മനുഷ്യനിൽ ഇന്നത്തെ കാലത്ത് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഈ വികാരത്തെ കൊല്ലുക, ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. തനിക്ക് വിഹിതിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട ഇടങ്ങളിൽ കാമവികാരത്തെ പ്രയോഗിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. അരുതാത്ത മേഖലകളിൽ നിയന്ത്രിച്ച് നിർത്തണമെന്നുമാണ്. ദേഷ്യം വേണം. കുഫറിന്റെ എതിരെ, ഫിസ്ഖിന്റെ എതിരെ സത്യനിഷേധത്തോടും തെമ്മാടിത്തരങ്ങളോടും രോഷമുണ്ടായിരിക്കൽ, കോപമുണ്ടായിരിക്കൽ ഒരു മുഅ്മിനിന്റെ അടയാളമാണ്. എന്നാൽ അനവസരത്തിൽ തെറ്റായ മേഖലകളിൽ ദേഷ്യത്തെ കയറൂരി വിടൽ കുറ്റകരവും ശിക്ഷാർഹവും മോശവുമാണ്. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിന്റെ അവകാശികളായ മുത്തഖികളെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് ഓടിവരൂ മുഅ്മിനീങ്ങളെ. അള്ളാഹ് പുറത്തു തരാൻ കാത്തിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും ഓടിവരൂ മുഅ്മിനീങ്ങളെ. അർളുഹസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിവരൂ. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കപ്പെട്ടതാണ് ആ സ്വർഗം. ആരാണ് ഈ മുത്തഖി?
അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലും ക്ലേശത്തിലും ക്ഷാമത്തിലും ക്ഷേമത്തിലും ഉള്ളതിൽ നിന്ന് ദാനധർമ്മം ചെയ്യുന്നവരാണ് ആ മുത്തഖികൾ. സ്വർഗാവകാശികളായ മുത്തഖികൾ ഏത് സമയത്തും ദാനധർമ്മങ്ങൾ ശീലിക്കുന്നവരാണ്. തീർന്നില്ല, വൽ കാളിമീനൽ ഗൈർ, ദേഷ്യത്തെ നിയന്ത്രിക്കുന്നവരാണ്. അവിടെ വൽ ഫാഖിദീനൽ ഗൈള, കോപത്തെ കൊല്ലുന്നവരാണെന്നല്ല പറഞ്ഞിട്ടില്ല, കോപത്തെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിയുന്നവരാണെന്നല്ല പറഞ്ഞിട്ടില്ല. ഫാഖിദീനൽ ഗൈള, കോപത്തെ ഉന്മൂലനം ചെയ്യുന്നവർ എന്നല്ല പറഞ്ഞില്ല, നിയന്ത്രിക്കുന്നവർ. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളടത്ത് ദേഷ്യം. കുട്ടികളാ കുരുത്തക്കേട് കാണിച്ചാല് ബാപ്പ ദേഷ്യം കാണിക്കണം. അതെന്റെ പുള്ളല്ലേ, അത് അപകടം ചെയ്യും. ആ ഓമനത്വം, ആ റോങ്ങായ വാത്സല്യം പിന്നെ കണ്ണീര് കുടിപ്പിക്കും. അരുതായ്മ കണ്ടാൽ ഉപ്പ ഉമ്മ ദേഷ്യപ്പെടണം, അള്ളാഹ്ക്ക് വേണ്ടി ദേഷ്യപ്പെടണം. വേണമെങ്കിൽ ശിക്ഷയും ശിക്ഷണമൊക്കെ വേണം. മനസ്സ് സമ്മതിക്കൂല, ഇത് എന്റെ കുഞ്ഞല്ലേ, അത് തൗഹീദിന്റെ ദേഷ്യപ്രകടന, അത് വേണം. അരുതാത്ത മേഖലകളിൽ അത് പാടുള്ളതല്ല. നോക്കൂ നിങ്ങൾ, മാനവകുലത്തിന് ദിശാബോധം നൽകാൻ അള്ളാഹു പറഞ്ഞയച്ച മഹാന്മാരായ അംബിയാ മുർസലുകൾക്കൊക്കെയും വികാരങ്ങളുണ്ടായിരുന്നു. അവരുടെ നേതാവായ സയ്യിദുൽ മുർസലീനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വികാരങ്ങളുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ കാണാലോ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട്, ഇന്നമാ അന ബശറുൻ, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്, ദൈവമല്ല, മാലാകയല്ല, ഞാനൊരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് അഗ്ളബു കമാ യഗ്ളബുൽ ബശറു, മനുഷ്യൻ കോപിക്കും പോലെ ഞാനും കോപിക്കും. അള്ളാന്റെ റസൂലാ പറയുന്നേ, മനുഷ്യന് ദേഷ്യം വരും പോലെ എനിക്കും ദേഷ്യം വരും. ഹദീസിൽ കാണാം, അരുതാത്ത തെമ്മാടിത്തരങ്ങൾ റസൂലിന്റെ ദൃഷ്ടിയിൽ പെട്ടാൽ, മോശം വർത്തമാനങ്ങൾ പരിശുദ്ധ റസൂലിന്റെ ചെവിയിൽ കേട്ടാൽ, യഗ്ളബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കാറുണ്ടായിരുന്നു, ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. ഹത്താ തഹ്മറ വജനതാ, രണ്ട് കവിൾത്തടങ്ങളും ചുവക്കുമാറ്. മനോഹരമായ ആ പൂമുഖത്തിന്റെ രണ്ട് കവിൾത്തടങ്ങളിലും ചുവപ്പ് കളറാവും ദേഷ്യം പിടിച്ചിട്ട്. വലാകിൻ ലാ യഖൂലു ഇല്ലാ ഹഖാ, എത്ര ദേഷ്യം വന്നാലും പുന്നാര നബി സത്യമല്ലാതെ സഭ്യമായതല്ലാതെ പറഞ്ഞിട്ടേ ഇല്ല. നമുക്കൊക്കെ ദേഷ്യം വന്നാൽ മുഖമൊക്കെ നിറം മാറും, അതിന്റെ ഒപ്പം വേറെ പലതും നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യഖൂലു ഇല്ലാ ഹഖാ, സത്യം മാത്രമേ എപ്പോഴും പറയുള്ളൂ. കളവ് പറയൂല, അസഭ്യങ്ങൾ പറയൂല, മോശമായ ഒരു വർത്താനവും പറയൂല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിച്ച സന്ദർഭങ്ങൾ ഹദീസിൽ കാണുമല്ലോ. അവിടുത്തെ ജീവിതമൊക്കെ കാണല്ലേ, എല്ലാം തുറന്ന പുസ്തകമല്ലേ. എപ്പോഴാ റസൂലുള്ള ചൂടായത്, എപ്പോഴാ കോപിച്ചത് ഉണ്ട്. ബുഖാരി മുസ്ലിമിൽ കാണാൻ ഒരു സംഭവം. പ്രഗൽഭ സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹുനൈന് യുദ്ധം കഴിഞ്ഞു. ഹുനൈന് യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിം പക്ഷത്ത് 12,000 പട്ടാളക്കാർ, ഓപ്പോസിറ്റ് ശത്രുക്കളുടെ ഭാഗത്ത് 4,000 പട്ടാളക്കാർ. ബദറിൽ 313 പോയത്, അതിന്റെ 3 ഇരട്ടിയായിരുന്നു ശത്രു സൈന്യം. അവിടെ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് ബദറിൽ വിജയിച്ചു. ഹുനൈന് യുദ്ധം മക്കയുടെയും തായിഫിന്റെയും ഇടയിലുള്ള ഹുനൈന് താഴ്വരയിൽ വെച്ച് നടന്ന ആ യുദ്ധത്തിന് 12,000 മുസ്ലിം പട്ടാളക്കാരും 4,000 ശത്രു ഭടന്മാരുമുള്ളത്. സ്വഹാബാക്കളെ മനസ്സിൽ അമിതാവേശവും വിജയത്തിന്റെ കാര്യത്തിലുള്ള പരിധി വിട്ട പ്രതീക്ഷയും വന്നു. സ്വാഭാവികല്ലേ, 4,000 പട്ടാളക്കാരോട് 12,000 ഏറ്റുമുട്ടാൻ പോയാൽ. സൂറത്തു തൗബയിലുണ്ട്, വയൗമ ഹുനൈനിൻ ഇത് അഅജബത്തുക്കും കസറത്തുക്കും, നിങ്ങളുടെ അംഗബലത്തിന്റെ ആധിക്യം, പട്ടാളക്കാരുടെ ആധിക്യം,
കൂടുതൽ പട്ടാളമുണ്ട് എന്ന ധാരണ നിങ്ങളിൽ അമിത പ്രതീക്ഷയുണ്ടാക്കി. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, ആ യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ പരാജയന്നു. ഈ 4000 പട്ടാളക്കാർ 12,000 ഇടയിലേക്ക് ഇടിച്ചു കയറിയിട്ടാണ് അറ്റാക്ക് ചെയ്തപ്പം അവർ ചിന്നിച്ചിതറി ഓടി. മുസ്ലിങ്ങള് സ്വഹാബാക്കൾ ഓടി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. കൂടെ ചുരുക്കം ചില സ്വഹാബാക്കളും നിന്നു, അടിയുറച്ച് നിന്നു. പിടിവിട്ടുപോയ പരാജയം മണത്ത ആ യുദ്ധത്തിൽ അവസാനം മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു യുദ്ധത്തിന്റെ വിജയം. അതെന്തെന്നു പാഠം? എത്ര ആയുധം ഉണ്ടായാലും എത്ര ആളുണ്ടായാലും പടച്ച തമ്പുരാന്റെ സഹായമില്ലാതെ വിജയം ഉണ്ടാവൂല എന്നുള്ള പാഠം പഠിപ്പിക്കാനാണ്. ബദറിൽ ഒന്നുമില്ലാതെ ജയിച്ചല്ലോ, ഇവിടെ എല്ലാം ഉണ്ടായിട്ട് എല്ലാം ഉണ്ട് എന്നുള്ള തോന്നലോട് കൂടി പോയപ്പോ പരാജയം മണത്തു. തെറ്റ് തിരുത്തി അള്ളാഹ് വിജയിപ്പിച്ചു. എന്താവട്ടെ, ആ ഹുനൈൻ യുദ്ധം വമ്പൻ യുദ്ധമായിരുന്നു. വലിയ ഗനീമത്ത് സ്വത്ത് കിട്ടി. യുദ്ധാനന്തരം മുതൽ എമ്പാടും കിട്ടി. യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത് ഓഹരി വെക്കുകയാണ്, ആളുകൾക്ക് വിഹിതിക്കുകയാണ്. അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹുവിന് 100 ഒട്ടകം. ഒരു വ്യക്തിക്ക് 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ചെറുതാന്ന് വിചാരിച്ചത് നിങ്ങൾ? ഒരു 100 ഗുഡ്സ് ലോറിക്ക് പകരാണ് 100 ഒട്ടകം. ഒരാൾക്ക് 100 ഒട്ടകം. വേറൊരു സഹാബിനെ വിളിച്ച് 100 ഒട്ടകം ആ സഹാബിക്ക്. അങ്ങനെ പല ആളുകൾക്കും സെലക്ട് ചെയ്ത് യുദ്ധാനന്തര സ്വത്ത് റസൂൽ അങ്ങനെ വിഭജിക്കുകയാണ്. ഇത് കണ്ട ഒരാൾക്കത് രസിച്ചില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന സ്വഹാബി പറയാണ് റളിയല്ലാഹു അൻഹു, അയാള് പ്രവാചകന്റെ സവിധത്തിൽ നിന്ന് മാറി പുറത്തേക്ക് വന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് പറയാണ്, വല്ലാഹി ഇന്ന ഹാദിഹി ലഖിസ്മത്തുൻ മാ ഉദില ഫീഹാ. എന്താണ് അയാൾ പറഞ്ഞത്? അള്ളാനെ തന്നെയാണ് സത്യം, ഈ വിതരണം ഉണ്ടല്ലോ ഇത് നീതിയോടുകൂടെയുള്ള വിതരണമല്ല, ഈ ഓഹരി വയ്ക്കൽ അനീതിയാണ്, 100 ഒട്ടകൊക്കെ ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കുകയെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് കൊടുക്കുന്നത് യഥാർത്ഥ ആവശ്യം നോക്കിയിട്ടാണ്. ഇപ്പൊ ഈ നാട്ടില് ഒരു പണമുള്ള ആള് ചിലപ്പോ ഈ നാടിനെ കുറിച്ച് നന്നായിട്ട്, ഇന്നെപ്പോലെയല്ല, ഞാൻ ഇവിടെ വന്നതല്ലേ, ഈ നാട്ടിൽ ജീവിച്ച് വളർന്നു വന്നൊരു പണക്കാരൻ ചിലപ്പോ നല്ല ഡ്രസ്സുള്ള ആൾക്ക് നല്ലോണം കൊടുക്കും. കാരണം എന്താ അറിയോ, അവന്റെ ഇല്ലായ്മ ഒന്നും പ്രകടിപ്പിക്കാതെ ഇഫത്തോടെ ജീവിക്കുന്ന ഒരു പാവം മിസ്കീനാണ് അയാൾ, നല്ലോണം കൊടുക്കും അയാൾക്ക്, നല്ല ഡ്രസ്സ് ഇട്ട ആൾക്ക്. എന്നാ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട ആള് ബാങ്കിലെ അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പൈസ ഇട്ട അയാൾ പണി തന്നെയാണ്, അയാൾക്ക് ഇച്ചിരിയേ കൊടുക്കുള്ളൂ. ഇത് കണ്ട ഞാൻ ആ നല്ല വസ്ത്രട്ട ആൾക്ക് 50,000 സക്കാത്ത്, ഈ പാവപ്പെട്ട മനുഷ്യന് മര്യാദക്കൊരു ഡ്രസ്സ് പോലും ഇല്ലാത്തവന് 500 റുപ്യ, ഇതെന്ത് നീതിയാ? എനിക്ക് തോന്നുമല്ലോ സ്വാഭാവികമായിട്ടല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിഹിതിക്കുന്നത് കാര്യം മർമ്മം നോക്കിയിട്ടാണ്. ഇത് തിരിയാത്ത സ്വഹാബി ഇതിൽ നീതിയില്ലാത്ത ഓഹരി വെക്കലാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഞാൻ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന സ്വഹാബി വരെ, ഞാൻ പറഞ്ഞു അയാളോട്, ഇത് ഞാൻ റസൂലിനോട് പറയും, നിന്റെ ഈ റോങ് വർത്താനുണ്ടല്ലോ ഞാൻ പറയും. ഞാൻ നേരെ ചെന്നു റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് യുദ്ധാനന്തര സ്വത്തൊക്കെ വിഹിതിച്ചു, ഒരാള് ഇത് നീതിയില്ല, നീതിയില്ലാത്ത വിതരണമാണ് നടന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ട താമസം ഇട്ട് ചൂടായി. ചുവപ്പ് ചായം തേച്ചതുപോലെ മുഖം കെട്ടി ചുവന്ന് തുടിച്ചു. സുമ്മക്കാല എന്നിട്ട് പറഞ്ഞു, ഫമൻ യഅദിലു ഇദാ ലം യഅദിലില്ലാഹു വറസൂലു, അല്ലാഹുവും അവന്റെ റസൂലും നീതി കാണിച്ചില്ലെങ്കിൽ ഈ ലോകത്താരാണ് നീതി കാണിക്കുക? അല്ലാഹു മൂസ അലൈഹിസ്സലാമിനെ അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിലെ നേതാവായി വന്ന മൂസാ നബി ഇസ്രായേലിൽ നിന്ന് ഇതിനേക്കാൾ മാരകമായ വിമർശനം കേട്ടിട്ട് ക്ഷമയോടെ നിലനിന്ന എന്റെ സഹോദരൻ മൂസാ നബിയെ എനിക്ക് ഓർമ്മ വരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ് ചൂടായി. ഇങ്ങനെ ചൂടായ സന്ദർഭങ്ങളുണ്ട്. ഖുർആനിൽ തർക്കിക്കുക, ഇത് റസൂലുള്ളാഹിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്, ഖുർആനിൽ തർക്കിക്കുക. ഇന്നിപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ വാഴ്ന്നു പോലും ഖുർആന്റെ തർക്കാണ്. ഖുർആനിൽ തർക്കിക്കുക അത് ഒട്ടും ഇഷ്ടല്ല. മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ട് സഹാബാക്കളെ. മഹിലൻ യാ ഖൗം, നിർത്തൂ ജനമേ, ഈ പണി നിർത്തൂ. നിങ്ങൾക്ക് അറിഞ്ഞതുകൊണ്ട്, ഖുർആനിൽ നിന്ന് പഠിച്ചറിഞ്ഞതുകൊണ്ട് അമല് ചെയ്യുക, അറിയാത്തത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. നിങ്ങളതിൽ വാചകമടിക്കാൻ നിൽക്കരുത്. ചൂടായിട്ടുണ്ട്. അതുപോലെ ഖദറിലുള്ള വിശ്വാസം, വിധിയൊക്കെ അള്ളാന്റേതാണ്, നന്മയും തിന്മയും
ഗുണവും ദോഷവും. ഒരാൾ പറയാണ്, ഞാൻ ഇപ്പൊ നരകത്തിലാക്കാണെന്ന് അള്ള തീരുമാനിച്ച, ഞാൻ ഇപ്പൊ ചന്തപ്പള്ളിയിൽ ഇങ്ങനെ വന്ന് കുത്തിയിരുന്നിട്ട് എന്നാ കാര്യം. ഒരാൾ പറയാണ്. എന്നോടെന്റെ റൂമിൽ വന്ന് ചോദിച്ചിട്ടുണ്ട്, 4-ാം മാസത്തിൽ റൂഹൂതുമ്പോ ഒക്കെ ഭക്ഷണവും ആയുസ്സും സ്വർഗ്ഗാണോ നരകാണോ ഒക്കെ കണക്കാക്കി വെച്ചാൽ പിന്നെ എന്നാ ചെയ്യാനാ? ഇതിൽ ചർച്ച. ഈ ചർച്ച സ്വഹാബാക്കൾ നടത്തിയപ്പോ റസൂലുള്ള ചൂടായിട്ടുണ്ട്, മുഖം നിറം മാറിയിട്ടുണ്ട്. പിന്നെ മിണ്ടാൻ പാടില്ലേ? യുക്തിവാദികൾ പറയാതാ ഇസ്ലാമിന്റെ ആദർശം, മിണ്ടാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയല്ല. ഖദറിലുള്ള വിശ്വാസം, വിധിയിലുള്ള വിശ്വാസം, ഖലാ ഖദറിലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തെ കാര്യ? എത്രാമത്തെ കാര്യ? 6ാമത്തെ കാര്യം. ഈമാൻ ആ കാര്യം 6അല്ലേ? എന്തേത് 6ാമത് കൊണ്ടുപോയി വെച്ചാൽ എന്താ? 1-ാം ക്ലാസ്സിൽ പഠിച്ചില്ല, 2-ാം ക്ലാസ് കണ്ടില്ല, 3, 4, 5, 6, 9 വരെയുള്ള ക്ലാസ്സിലേക്ക് പോയില്ല. എന്നിട്ട് കൊച്ചിനെ SSLC എക്സാം എഴുതാൻ വിട്ടാൽ 8 നിലയിൽ പൊട്ടൂലേ? പൊട്ടും. 6ാമത്തെ വിശ്വാസം അള്ള എന്താന്ന് മനസ്സിലായിട്ടില്ല, റസൂൽ എന്താന്ന് അത്രയും തിരിഞ്ഞിട്ടില്ല, വേദഗ്രന്ഥം ഖുർആൻ എന്താന്ന് കണ്ടിട്ടേ അല്ല, മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഖദറിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഇത് 1 മുതൽ 9 വരെ ക്ലാസ് കാണാത്ത പുള്ളനെ SSLC എക്സാമിന് കൊണ്ടുപോയി ഇരുത്തുന്ന പണിയാ. അള്ള എന്താന്ന് മനസ്സിലായി, റസൂൽ എന്താന്ന് മനസ്സിലായി, വേദഗ്രന്ഥവും മലക്കൊക്കെ എന്താന്ന് തിരിഞ്ഞാൽ അത് അനുഭവ ബോധ്യമായി മനസ്സിലാവും. അതാണ് 6ാമത് കൊണ്ടുപോയി വെച്ചത്. ആവശ്യമില്ലാതെ ഖലാ ഖദറിൽ വിധിവിശ്വാസത്തിൽ തർക്കിക്കുക, സംസാരിക്കുക, ഇത് അരുതാത്ത കാര്യമാണ്. നബി തങ്ങളിൽ ചൂടായിട്ടുണ്ട്. ഇതുപോലെ ചൂടായത് പള്ളിയിൽ വൃത്തികേട് കണ്ടപ്പം മദീന പള്ളിയിലെ ഭിത്തിയിൽ കാർക്കിച്ചു തുപ്പിയ കഫക്കട്ട. ഇന്ന് ഇങ്ങനത്തെ സെറ്റപ്പും ഈ ടൈലും അതുപോലെ തന്നെ മാർബിളൊന്നുള്ള പള്ളിയല്ലല്ലോ. അപ്പൊ ആദ്യകാലത്ത് ഒരു വകതിരിവ് എത്തുന്നതിന്റെ മുമ്പ് പള്ളിയിൽ നിന്നൊക്കെ ഒറ്റ തുപ്പലാവര്. അപ്പൊ ഭിത്തിയിലൊക്കെ ഇത് കാണുമ്പോൾ മുഖം നിറം മാറി ചൂടാകുമായിരുന്നു. ചുരുക്കത്തിൽ ഈ വികാര വിചാരങ്ങളൊക്കെ ആവശ്യമുള്ളിടത്ത്, അള്ളാഹു അനുവദിച്ചിടത്ത് പ്രയോഗിക്കാനുള്ളതാണ്. അനാവശ്യ മേഖലകളിൽ നിയന്ത്രിക്കാനും ഉള്ളതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു വാക്കിൽ പറഞ്ഞാൽ, ഇതൊക്കെ മുസ്ലിമാകണം. ദേഷ്യം വേണം, മുസ്ലിമായ ദേഷ്യം. കാമം വേണം, മുസ്ലിമായ കാമം. ആഗ്രഹം വേണം, മുസ്ലിമായ ആഗ്രഹം. കാഫിറായ കാമം പാടില്ല. അതെന്താണ്? മൊബൈലൊരു പെൺകുട്ടിനെ പരിചയപ്പെട്ടു, പിന്നെ അവളെ കൂടെ പോയി. പെണ്ണിട്ടാത്ത 24-കാരൻ 3 പുള്ളുള്ള പെണ്ണിനെ അടിച്ചു മാറ്റിയിട്ട് വയനാട് കയറി. ഇതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കുകയല്ലേ, ലൈവായിട്ട് അങ്ങനെ നടക്കുക. മൂവാറ്റുപുഴയിലും പരിസരത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് കാഫിറായ കാമാണ്. മുസ്ലിമായ കാമം വേണം, മുസ്ലിമായ ആഗ്രഹം വേണം, മുസ്ലിമായ ആഗ്രഹങ്ങളും അഭിലാഷ ഇതൊക്കെ വേണം. കാഫിർ പാടില്ല. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇത് ഈ വികാര വിചാരങ്ങൾക്ക് ഒരു മുഅ്മിൻ അടിമയാകാൻ പാടില്ല. ഞാൻ എന്റെ കാമവികാരത്തിന്റെ അടിമയാകാൻ പാടില്ല. കാമവികാരം എന്റെ അടിമയാകണം. എന്റെ ദേഷ്യം, ആ ദേഷ്യത്തിന് ഞാൻ അടിമയാകാൻ പാടില്ല. ദേഷ്യം എനിക്ക് വഴിപ്പെട്ട് നിൽക്കണം. ഇതാ റസൂലുള്ള പറഞ്ഞത്. അസ്ലമ ശൈത്വാനി, എന്റെ ചെയ്ത്താനൊക്കെ മുസ്ലിമായി. ഏറ്റവും വലിയ ചെകുത്താൻ മനസ്സിലെ ദുരാഗ്രഹങ്ങളും മനുഷ്യന്റെ നേച്ചറിനെ വലിയ ചെയ്ത്താൻ. ഈ ചെകുത്താനൊക്കെ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞുകൊടുത്ത് അനുസരിച്ച് നിൽക്കുന്നു. ഇതന്നെയാണ് നമ്മളെ ലക്ഷ്യം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അങ്ങോട്ടാണ് വാസ്തവത്തിൽ യാത്ര പോകാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആകത്തുക ടോട്ടൽ എനിക്കും നിങ്ങൾക്കൊക്കെ നന്നാകാൻ പറ്റും. മനസ്സ് മാറ്റാനും പറ്റും, സംസ്കരിക്കാനും പറ്റും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്തതാണ്, പടച്ചോനെ മനസ്സിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാക്കണേ. ഹുതുബകളിലൊക്കെ അതിന്റെ ആമുഖമായി റസൂലുള്ള പറഞ്ഞത് എന്തായിരുന്നു? അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ. എന്താണത്? വെള്ളിയാഴ്ചത്തെ ഹുതുബയിലും അല്ലാതെ സ്വഹാബാക്കളോട് ഹുതുബ നടക്കുമ്പോഴൊക്കെ പറയുമ്പോഴൊക്കെ ആമുഖമായി അള്ളാഹുവിനോട് കാവൽ തേടുന്ന എന്തറിയോ? അബൂജാഹിലിന്റെ ഷർറിൽ നിന്ന് കാക്കണേ എന്നല്ല, ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും വാളിൽ നിന്ന് കാക്കണേ എന്നല്ല. നിരന്തരം ഖുതുബകളുടെ ആമുഖത്തിൽ മുത്ത് റസൂൽ അല്ലാഹുവിൽ അഭയം തേടിയതും കാവൽ ചോദിച്ചതും വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ.
മനസ്സിന്റെ കെട്ട മനസ്സിന്റെ അപകടങ്ങളിൽ നിന്ന്, മനസ്സിന്റെ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് അല്ലാഹുവേ നിന്നിൽ അഭയം തേടുന്നു പടച്ചോനെ. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ പരിശ്രമിക്കും വേണം. പിന്നെ എന്തു പറഞ്ഞാലും എന്ത് പഠിപ്പിച്ചാലും എത്ര ട്രെയിനിങ് കൊടുത്താലും നന്നാകാത്ത ഒരു വിഭാഗം മനുഷ്യരിലുണ്ട്. പറയുമ്പൊക്കെ പറയണല്ലോ. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നുണ്ട്, 3 തരത്തിലാണ് മനുഷ്യരുള്ളത്. 3 തരത്തില്. 1, അറിവില്ലാത്ത സാധാരണക്കാർ. സത്യമേത് അസത്യമേത്, നീതി ഏത് അനീതി ഏത് കൃത്യമായി വേർതിരിച്ചറിയാത്ത പാവങ്ങളായ സാധാരണക്കാർ. അവർക്കറിയാം, ഞങ്ങൾക്കറിവില്ല. ഈ ആളുകളെ നന്നാക്കാനും സൽസ്വഭാവികളാക്കാനും വളരെ എളുപ്പ. അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിലാക്കിയ, ഖുർആനിലും തിരുസുന്നത്തിലും അവഗാഹമുള്ള ഒരു യഥാർത്ഥ ഗുരുവിന്റെ മുന്നിലെത്തിയാൽ ഇവർ പെട്ടെന്ന് നന്നാവും. ഏത് ഗുരുവിന്റെ മുന്നിൽ? ഇസ്ലാം മതം കച്ചവടം ചെയ്യുന്ന ഗുരുവല്ല. ഇന്നിപ്പോ ഒരാൾ എന്റെ റൂമിൽ വന്ന് പറഞ്ഞു, ഒരു ബാക്കവി ഉസ്താദിന് MDMന്റെ കച്ചവടമാണ്, തെളിവ് സഹിതം കാണിച്ചെന്ന്. അള്ളാഹ് കാക്കട്ടെ. എന്താ പതൊക്കെ അവസ്ഥ? ഇത് ഒരു കോളേജിൽ പോയി തഹ്സീലൊക്കെ ആയിട്ട് പള്ളിയിൽ മുസ്ലിം ഉമ്മത്തിന് ആത്മീയ രംഗത്ത് നേതൃത്വം നൽകിയ ആൾക്ക് ഇന്നോവയിൽ നടക്കാൻ വേണ്ടി മയക്കുമരുന്നിന്റെ കച്ചവടം, അങ്ങനത്തെ പോയാല് ബാധയുള്ള നായയുടെ അടുത്ത് ചെന്ന് കടിയേറ്റ പോലെ ഉണ്ടാവും. എന്താ സംഭവിക്കുക? നിപ്പ വൈറസ് ബാധിച്ച രോഗിന്റെ കൂടെ കിടക്കണ പോലെ ഉണ്ടാവും. എന്താ സംഭവിക്കുക? അള്ളാഹുവിനെയും റസൂലിനെയും അറിഞ്ഞ, ഖുർആനിലും തിരുസുന്നത്തിലും അവഗാഹമുള്ള ഒരു ഗുരുവിന്റെ മുന്നിൽ അറിവില്ലാത്ത സാധാരണക്കാരെത്തിയാൽ സൽസ്വഭാവികളായി മാറും ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഒരു വിഭാഗം, അവർക്ക് അറിവുണ്ട്, നേരും നെറിയ അറിയാം, നീതിയും അനീതിയും സത്യവും അസത്യവും വേർതിരിച്ച് അവർ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിച്ച പോലെ ജീവിക്കാൻ കഴിയണില്ല, പിടിവിട്ട് പോവാൻ. ഭൂരിപക്ഷ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, ഞാനടക്കം. അറിയാം, നേരും സത്യമൊക്കെ അറിയാം, പഠിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. പക്ഷെ പഠിച്ചതുപോലെ അങ്ങോട്ട് ജീവിതം അങ്ങോട്ട് ആയി കിട്ടണില്ല, പിടിവിട്ടു പോവാ. ഈ ആള് താൻ കുറവുള്ളവനാണ്, കുറ്റമുള്ളവനാണെന്ന് തിരിച്ചറിയുന്ന ആളാണെങ്കിൽ അയാളെയും നല്ല ഒരു ഗുരുവിലൂടെ നന്നാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, എന്ത് ചെയ്താലും നന്നാകാത്ത വിഭാഗം. ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു, ആ കൂട്ടരാരാ? തെമ്മാടിത്തരങ്ങളെ അലങ്കാരമായി കാണുന്ന, തിന്മകളെ നന്മയായി കാണുന്ന ആളുകളാണവര്. എന്ത്? തെമ്മാടിത്തരം അലങ്കാരം, ഗുണ്ടായിസം അലങ്കാരം, മയക്കുമരുന്ന് കച്ചവടം അലങ്കാരം, 10 ആളെ അടിച്ച് നിരത്തിയിട്ട് അനീതി കാട്ടിയിട്ട് അതലങ്കാരം, ഗർവും അഹങ്കാരവും കാണിച്ചിട്ട് അതലങ്കാരം. തിന്മകളെ നന്മയായി കാണുക. അതെങ്ങനെ തിന്മ? ഇയാൾ നന്മ ചെയ്യും, സ്വാലിഹായ അമല് ചെയ്യും. എന്തിന്? പേരിനും പ്രസിദ്ധിക്കും വേണ്ടി. പൊതുജനങ്ങളെ ഇടപെടും, സാമൂഹ്യ സേവന നിരതനാകും, ദാനധർമ്മങ്ങൾ ചെയ്യും, പള്ളിക്കും മദ്രസക്കും വേണ്ടി സേവനം ചെയ്യും. എന്തിന്? ആളാകാൻ, പേരെടുക്കാൻ. എന്നിട്ടാ അത് നല്ല കാര്യമെന്ന് ധരിച്ച് ജീവിക്കും ചെയ്യും. ഈ കൂട്ടര് ദീനെന്ന് പറഞ്ഞാൽ ഓതലും ഊതലും ചൊല്ലലും പാടലും തലകുത്തി മറിയലും മാത്രമാണ് ദീനെന്ന് ഉറച്ചങ്ങട്ട് വിശ്വസിച്ചിരിക്കുക. അതിനപ്പുറത്തെ സ്വഭാവം മാറ്റിയേ, ദുസ്വഭാവത്തിൽ നിന്നോ അതൊന്നും അവരെ അജണ്ടയിലുമില്ല. എത്ര അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂല. ഈ ടീമിനെ കുറിച്ചാണ് പറഞ്ഞത്. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. സൂറത്തുൽ കഹ്ഫ്. അവരെ ധാരണ നല്ല അമല ഞങ്ങൾ ചെയ്യണെന്നാ. 10 പൈസ ഒരു പ്രതിഫലം അതിന് കിട്ടൂല. പാഴ്വേല, നിഷ്ഫലം, ബാത്തിലാണ് അവരെ അമലുകളൊക്കെ. ഈ ടീമാണ് ജഹ്ല് മുറക്കബ്. അറിയാത്ത ആൾക്കാരാണ്, അറിയില്ല എന്നും അറിയില്ല. ജഹ്ല് മുറക്കബ് പമ്പര വിഡ്ഢികളാണ് അവര്. അവര് ധരിച്ചത് എന്ന് പറഞ്ഞാൽ ദീന് ഞാൻ മനസ്സിലാക്കിയത്, അതിനപ്പുറത്ത് മൊയ്ലിയർ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ദീന്, ആ റൂട്ടിന് ഞാൻ അങ്ങോട്ട് പോകും. അതെന്താ? ഓതുക, ഊതുക, പാടുക, ചൊല്ലുക, തല കുത്തി മറിയ, കഴിഞ്ഞു ദീന്. ഈ ടീമിനെ നന്നാക്കാൻ കഴിയൂല. ഇവരെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത്, സുമ്മുൻ ബുക്മുൻ ഉംയുൻ ഫഹും ലാ യർജിഊൻ. സൂറത്തുൽ ബഖറ. സുമ്മുൻ, അവർ മൂകരാണ്, ഊമകളാണ്. എന്നുവെച്ചാൽ നാവില്ലേ, നാവുണ്ട്, സംസാരശേഷിയില്ലേ, അതുണ്ട്. നല്ലതൊന്നും വായിക്കൂടെ വരൂല.
സുമ്മുൻ ബധിരരാണ്, ചെവിയില്ല. ബുക്കുമുൻ മൂകരാണ്. ഉമ്യുൻ അന്ധരാണ്. അന്ധരും ബധിരരും മൂകരുമായ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, ചെവിക്ക് കേൾവിയുണ്ട്, നാവിന് സംസാരശേഷിയുണ്ട്. പക്ഷെ എന്നാൽ അവർക്ക് ഈ സൂക്കേടൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നല്ലോടത്തേക്ക് കാണൂല, നല്ലത് കേൾക്കൂല, നല്ലത് പറയൂല. അങ്ങനത്തെ ഒരു ടീം ഫഹും ലാ യർജിഊൻ. അവരെ നബിയെ മടക്കി സൽസ്വഭാവികളാക്കി കൊണ്ടുവരാൻ സാധിക്കില്ല. അവർ മടങ്ങി വരൂല. അങ്ങനത്തെ ഒരു ടീമുണ്ട്. ഇവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതിന് ഇമാം ഗസാലി റഹിമഹുള്ള ഉദാഹരണം പറഞ്ഞാൽ എന്താ അറിയോ? വാർദ്ധക്യ സഹജമായ തളർച്ചയിൽ ബെഡിൽ വീട് കിടക്കുന്ന 90 വയസ്സായ ഉപ്പാപ്പ, ചെറുമ്പൊക്കെ ചുക്കി ചുളിഞ്ഞ് അസ്ഥിയൊക്കെ ക്ഷയിച്ചിട്ട് ആള് 90 വയസ്സുള്ള ആള് ബെഡിലാണ്. ഈ ആളെടുത്ത് എന്നിട്ട് പറയാ, മെക്സവൻ വ്യായാമമുണ്ട്, യോഗയുണ്ട്, മോർണിംഗിലെ എക്സർസൈസും ഈവനിങ്ങിലെ എക്സർസൈസും ഉണ്ട്, എണീക്ക് വാ എന്നും പറഞ്ഞിട്ട് അയാളെ എക്സർസൈസ് ചെയ്യിച്ചാൽ ആ ചെയ്യിക്കുന്ന ആൾ ക്ഷീണിക്കും, ആ സാധുവും ക്ഷീണിക്കും എന്നല്ലാതെ വല്ല ഗുണം കിട്ടുമോ? ഇമാം ഗസാലി പറയുന്ന മറ്റൊരു ഉദാഹരണം, ഒരിക്കലും ഇണങ്ങാത്ത ചെന്നായക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പോലെയാണ്. ഈ വർഗത്തിനെ നന്നാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു കാക്കട്ടെ, ആ ഗ്രൂപ്പിൽ പെടുന്നതിൽ നിന്ന് അള്ള കാക്കട്ടെ. നമുക്കൊക്കെ ഒരു അറിവുണ്ടായാൽ മതി, പഠിച്ചോനെ ഞാൻ ഇപ്പോഴും നന്നായിട്ടില്ല, എനിക്കറിയാലോ എന്നെക്കുറിച്ച് അല്ല, എന്റെ പല സ്വഭാവവും ഇപ്പോഴും റോങ്ങാണ്, എന്റെ പല വാക്കും മോശമാണ്, എന്റെ പല പ്രവൃത്തിയും മോശമാണ്. അല്ലാഹുമ്മ ഹസ്സിൻ ഖൽഖി വഖുലുഖി, എന്റെ സ്വഭാവവും എന്റെ ശരീരമൊക്കെ നന്നാക്കണേ എന്ന് നിരന്തരം ദുആ ചെയ്യുക. ആ നന്നാകാൻ മരുന്ന് തരുന്ന യഥാർത്ഥ വിശുദ്ധരന്മാർ, ഖുർആനിക മെഡിസിൻ, സുന്നത്തിന്റെ മെഡിസിൻ തരുന്ന യഥാർത്ഥ ഗുരുക്കന്മാരെ സഹവസിക്കുക, അവരെ ഫോളോ ചെയ്യുക, അവരെ പിന്തുടരുക, അങ്ങനെ രക്ഷ പ്രാപിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.